MDMA കേസിലെ പ്രതികൾ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ പ്രതികളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തെക്കാൾ ആളുകൾ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കൈരളി ന്യൂസ് അല്പം മുമ്പ് പുറത്തു കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി എന്താണോ ന്യായീകരിക്കാൻ വേണ്ടി വിശദീകരിച്ചത് അതപ്പാടെ വസ്തുതാവിരുദ്ധമാകുന്ന, കുറെ കൂടി ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ കളവാകുന്ന, നുണയാകുന്ന സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങളിലേക്ക് വരും മുമ്പ് ഈ പ്രശ്നത്തിൽ ദിവസങ്ങൾക്കു ശേഷം മുഖ്യമന്ത്രി മൗനം വിട്ട് ചില വിവരങ്ങൾ, ചില വിശദീകരണങ്ങൾ ഇന്ന് നൽകുകയുണ്ടായി. ആദ്യം അതാണ് അറിയേണ്ടത്. അത് കണ്ടുകൊണ്ട് വേണം വസ്തുത എന്താണ് എന്നതിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ. MDMA കേസ് വിവാദത്തിൽ പ്രതികളെ അറിയാമായിരുന്നു എന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്മതിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. നവകേരള സദസ്സിന് അതുമായി ബന്ധപ്പെട്ട സമരത്തിലൊക്കെ പങ്കെടുത്തയാൾ എന്ന നിലയിൽ വീട്ടിൽ പോയി കണ്ടു എന്നുള്ളതും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഞാൻ ഇദ്ദേഹമുള്ള ആ വങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. ഏതായാലും അത്രയും കൊള്ളാം. കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള മന്ത്രി OJ ജനീഷ് പറഞ്ഞത് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരേ അല്ല എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ അതങ്ങ് സമ്മതിച്ചു, അത് അംഗീകരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ പോയത് അദ്ദേഹം പ്രത്യേകം ഓർത്തെടുത്തു വെച്ച് പറയുന്നൊരു കാര്യം, നവകേരള സദസ്സിൽ ഒരു സമരത്തിൽ പങ്കെടുത്ത ഘട്ടത്തിലാണ് ഈ പ്രതികളെ പരിചയപ്പെടുന്നത്. അന്നു മുതലാണ് ആ പരിചയം, ബന്ധം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത്. ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൊതുവെ ആ വാർത്താ സമ്മേളനം പരിശോധിച്ചാൽ വളരെ പ്രാധാന്യമുള്ള ഈ വിഷയത്തിന് ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വലിയൊരു ഗൗരവമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ടിരുന്ന ആർക്കും തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൈരളിയുടെയും മറ്റും ചോദ്യം ഷീജ തന്നെ ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇയാൾ VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതാരും നിഷേധിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഫണ്ടിങ്, ആ പണത്തിൻ്റെ സോഴ്സ്, മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ഇയാൾ ഉണ്ടാക്കിയ പണം എവിടേക്കൊക്കെ പോയി, എവിടെയൊക്കെ ഉപയോഗിച്ചു, ഇത് അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ഭാഗം സ്പർശിക്കാതെയാണോ ഉയർന്നു വന്ന വിവാദത്തിന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്നൊരു വിശദീകരണം ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? ഷീജ, സംഭവിച്ചതിനെപ്പറ്റി, അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി. തീർച്ചയായും ശരത്, അതായത് അദ്ദേഹത്തിന് ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു തരത്തിലും ഒരു വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹം ഒന്ന് പറയുന്നത്, ഈ മുഹമ്മദ് ഹുസൈനെ തനിക്ക് അറിയുന്നത് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ ലാത്തി ചാർജിൽ പരിക്കേറ്റ വ്യക്തി എന്ന നിലയിലാണ്. അതിനുശേഷം താൻ ഈ മുഹമ്മദ് ഹുസൈന്റെ വീടിന്റെ സ്ഥലത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞതിനെ തുടർന്ന് താൻ മുഹമ്മദ് ഹുസൈനെ സന്ദർശിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു തരത്തിലുള്ള വിശദീകരണവും മുഖ്യമന്ത്രി നൽകിയില്ല എന്നുള്ളതാണ്. അതിൽ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, അബ്ദുൾ സലാമിനെ കുറിച്ച് എങ്ങനെ അറിയാമെന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് അതിന്റെ മറുഭാഗം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് ഹുസൈൻ മങ്ങയുടെ മീഡിയ കോർഡിനേറ്റർ ആണോ? അപ്പോൾ തനിക്ക് മീഡിയ കോർഡിനേറ്റർ പോയിട്ട് മീഡിയ വിങ്ങേ ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്നയാൾ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, അയാൾ ഇപ്പോൾ MDMA കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പണമിടപാടുകൾ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. അതിന് അദ്ദേഹം പൂർണ്ണമായും ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു മറുപടിയിലേക്ക് കടക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. അതായത് നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ രീതി, അത് അദ്ദേഹം ഇന്നും ഈ വിഷയത്തിലും MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യത്തിലും ആവർത്തിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഷീജ, ഒരു തരത്തിൽ നോക്കിയാൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം കേട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും നിരവധി ഉപചോദ്യങ്ങൾ ഉയരും.
നിശ്ചയമായും ചോദിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹം പല വിശദീകരണം പലതും പൊരുത്തപ്പെടുന്നതോ മാച്ചാവാത്തതോ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉപചോദ്യങ്ങളിലേക്കൊന്നും പോകാതെ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പ്രതീതി ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ നിർഭാഗ്യകരമായി പോയി തോന്നുകയും ചെയ്തു. തൽക്കാലം ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, മെറ്റയെ സമീപിച്ച് സ്വാധീനിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരായ വിമർശന വാർത്തകളെ മുഴുവൻ ഒഴിവാക്കുന്നു. മുഖ്യമന്ത്രി അവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെയും വാർത്തകൾ അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തു. എന്നിട്ടും എത്ര ഉദാരമായിട്ടാണ് മെറ്റയോട് ഈ ജനാധിപത്യ വിരുദ്ധമായ, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായ പെരുമാറ്റമുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിനെതിരെ പ്രതിഷേധമുണ്ടായോ? ഇന്ന് ഈ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ മാധ്യമ വാർത്തകൾ ആകെ പൂർണ്ണമായും മുക്കുന്ന, നീക്കം ചെയ്യുന്ന മെറ്റയുടെ നടപടിക്കെതിരെ വലിയ ചർച്ച ഉയർന്നിട്ടും കേരളത്തിൻ്റെ മന്ത്രിസഭ ഇതിലേതെങ്കിലും തരത്തിലൊരു നിലപാടോ തീരുമാനമോ കൈക്കൊണ്ടിട്ടുണ്ടോ? അദ്ദേഹം വേണമെങ്കിൽ, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പ്രതിഷേധിക്കാം കേട്ടോ എന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. കേരളത്തിൻ്റെ പൊതുവായൊരു പ്രശ്നമാണ് എങ്കിൽ അത് മുൻപിൽ നിന്ന് അതിനോട് വിയോജിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും വേണ്ട നടപടികളിലും ഒരു മുൻകൈ എടുക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ആ സമീപനം അദ്ദേഹത്തിൽ നിന്നുണ്ടായോ? തീർച്ചയായും ചേർത്ത് അത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ആ ചോദ്യം ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിലുള്ള പ്രതിഷേധം അറിയിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അതിൽ സർക്കാരല്ലേ ഇടപെടേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളാണ് പരാതി കൊടുക്കേണ്ടത്, നിങ്ങളുടെ വാർത്തകൾ നീക്കം ചെയ്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരാതി നൽകണം, അപ്പോൾ അതിനെ താൻ പിന്തുണയ്ക്കാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സന്ദേശമാണ് ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ന് നൽകിയത്. ചേർത്ത് അതുപോലെ തന്നെ ഷീജയുടെ ചോദ്യത്തിൽ വളരെ പ്രസക്തമായ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം മനോരമ ന്യൂസിന് കൊടുത്തൊരു അഭിമുഖം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് നീക്കം ചെയ്യിച്ചൊരു നിലയുണ്ടായി. അത് മുഖ്യമന്ത്രി ഷീജയുടെ ചോദ്യത്തിന് അത് അത്രയും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നത് രത്തൻ ഖേൽക്കർ ആയിരുന്നു. രത്തൻ ഖേൽക്കർ ഇന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മെറ്റയെ സമീപിക്കാൻ കഴിയുന്നൊരു മുൻ രീതികൾ അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനൊപ്പമുള്ള സാഹചര്യമൊക്കെ ഷീജ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നേ പറയാൻ കഴിയൂ. ഉത്തരത്തിലൂടെ ആ വിഷയത്തെ ഗൗരവമായി അദ്ദേഹം സമീപിച്ചോ എന്നൊരു സംശയമുണ്ട് കേൾക്കുമ്പോൾ. തീർച്ചയായും അതിന്റെ ആ രീതി, അതിന്റെ ഒരു ശൈലി തന്നെ അദ്ദേഹം മാറ്റി. അതായത് ആ ചോദ്യം നമ്മൾ ചോദിച്ചത് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങയുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടൽ നടത്താൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഈ രത്തൻ ഖേൽക്കറെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുള്ള മറുപടിയാണ്. അത് തെറ്റായ രീതിയിൽ നമ്മൾ ചോദിച്ചതിന്റെ കുഴപ്പമല്ല, അദ്ദേഹം ആ രീതിയിൽ അതിനൊരു വ്യാഖ്യാനം നൽകിയാൽ മതി എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ചോദ്യം മനസ്സിലാകാത്ത വ്യക്തിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ചോദ്യത്തിനെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് അദ്ദേഹം പരിഗണിച്ച് അതിനുള്ള മറുപടി തീർത്തും ലാഘവത്തോടെ നൽകി എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഷീജ, വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം എടുത്ത ശൈലി, അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ വ്യക്തതയില്ലായ്മ, പൂർണ്ണതയില്ലായ്മ, പറഞ്ഞതിൽ വന്നിട്ടുള്ള വാസ്തവവിരുദ്ധമായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഘടകങ്ങളും എന്നൊക്കെയാണ് ഷീജ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സൂചിപ്പിച്ചത്. അതിൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന് മാരക പ്രഹരമേൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനമാണ്. അതായത് ഈ MDMA കേസിലെ യൂത്ത് കോൺഗ്രസ് പ്രതികൾ നേതാവിൻ്റെ പണമിടപാടിൽ ഉത്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി വി.ഡി. സതീശനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു.